ലൈറ്റ് നെറ്റ്, ഗ്രീൻ ഹൗസ്, പ്ലാസ്റ്റിക് ടണൽ, അങ്ങനെ വിവിധ കമ്പോണൻസിന് ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുകിട നാമമാത്ര കർഷകർക്ക് ഈ പൂക്കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഒരു യൂണിറ്റിന് 1000 ചെടി എന്നുള്ള കണക്കിന് 3500 വരെ സബ്സിഡി നൽകുന്നുണ്ട്. അപ്പോൾ ഇവർ നേരിട്ട് ഇപ്പം കൃഷി ഓഫീസറെയോ അസിസ്റ്റന്റുമാരെയോ നേരിട്ട് കണ്ട കാര്യം പറഞ്ഞാൽ മാത്രം മതിയോ? അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പ്രത്യേക അപേക്ഷാ ഫോറം ഉണ്ട്. ആ അപേക്ഷാ ഫോറവും കരംതീർത്ത രസീത് എന്നിവ നൽകുന്ന മുറയ്ക്ക് നമ്മൾ കൃഷിയിടം പരിശോധിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു പുഷ്പകൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പം ഇത്ര സെൻറ്റ് സ്ഥലം വേണം, അങ്ങനെ വല്ല നിബന്ധനകളുണ്ടോ? നിബന്ധന ഇപ്പം 1 ഏക്കർ അങ്ങനെ ഇപ്പം വാഴക്കൃഷി അങ്ങനെ ചെയ്യുന്നത് പോലെ നമുക്ക് ഉദ്യാന കൃഷിക്ക് 1 ഏക്കറിന് നിബന്ധന വയ്ക്കാൻ സാധിക്കുകയില്ല. അവർക്കുള്ള പരിമിതമായ സ്ഥലത്ത് മട്ടുപ്പാവിലോ തറയിലോ അങ്ങനെ ഏതെങ്കിലും പരിമിതമായ സ്ഥലത്ത് ഗ്രീൻ ഹൗസിലോ ഏതെങ്കിലും രീതിയിൽ അവർക്ക് 1000 ചെടി സെറ്റ് ചെയ്ത് ഈ പദ്ധതിയിൽ ആനുകൂല്യം വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കൃഷിഭവനെ സമീപിക്കാൻ പറ്റത്തുള്ളൂ? ഇല്ല, അതിന് ഇതില്ല, ആവശ്യമില്ല. ആദ്യമേ തന്നെ അവർക്ക് കൃഷിഭവനെ സമീപിക്കാം. എന്തൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് ചെടികൾ വാങ്ങിക്കേണ്ടത്, അംഗീകൃത സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, പിന്നെ ഈ പ്ലാസ്റ്റിക് ടണൽ, ഗ്രീൻ ഹൗസ് അതൊക്കെ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഈ ഗ്രീൻ ഹൗസ് ഒക്കെ നിർമ്മിക്കുന്നതിനും പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഇടുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള സഹായം കൃഷിഭവനിൽ നിന്ന് നൽകാൻ അങ്ങനെ പറ്റുന്നുണ്ടോ? ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടുകൂടി നമുക്ക് ആ പദ്ധതികൾ കർഷകർക്ക് നൽകാവുന്നതാണ്. ഇപ്പം മാഡത്തിൻ്റെ ഈ വെമ്പായം കൃഷിഭവന്റെ പരിധിയിൽ പൂക്കൃഷി ചെയ്യുന്ന എത്ര കർഷകരുണ്ട്? ഏകദേശം 10 കർഷകരിൽ താഴെ ഇവിടെ വെമ്പായം പഞ്ചായത്തിൽ നിലവിൽ പൂക്കൃഷി ചെയ്യുന്നുള്ളൂ. ഇവർക്ക് തന്നെ നമ്മൾ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ വിവിധ ആനുകൂല്യങ്ങൾ കൊടുത്തവരുണ്ട്. അതുപോലെ സെൻട്രൽ ഫ്ലോറിക്കൾച്ചർ അസിസ്റ്റൻസ് എന്ന പരിപാടിയിൽ ഉൾപ്പെടുത്തി BMFC അങ്ങനെ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ചെടികൾ നൽകിയവരുണ്ട്. പക്ഷേ ഈ കട്ട് ഫ്ലവറിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഫ്ലവർ എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള വിപണി കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് കാരണം പലരും ഇപ്പം ഈ മേഖലയിൽ നിന്ന് പിന്മാറിയ ഒരു സാഹചര്യമാണ്. ഓർക്കിഡ് കൃഷിക്ക് വിപണി കണ്ടെത്തുക എന്നത് ഇന്ന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നാൽ വീട്ടുജോലികൾക്കിടയ്ക്ക് സമയം കണ്ടെത്തി വീട്ടമ്മമാർക്ക് ചെയ്യാവുന്ന ഒരു വരുമാന മാർഗം കൂടിയാണ് ഇത്തരം കൃഷിരീതികൾ. എല്ലാ ജോലികൾക്കും അതിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയാറുള്ളത് പോലെ ഇത്തരം പൂക്കൃഷിക്കും ചെറിയ വിഷമതകൾ ഉണ്ടാകും. എന്നാലും പൂക്കളെയും ചെടികളെയും സ്നേഹിക്കുന്നവർക്ക് കുറച്ച് ആസ്വാദ്യതയോടെ ചെയ്യാവുന്ന ഒരു തൊഴിലാണ് പുഷ്പകൃഷി. മണമുള്ള ഒരു വെറൈറ്റിയാണ് ഇത്. രാവിലെ 10 മണി വരെ ഇതിന് നല്ല മണമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മണം കാണത്തില്ല. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അതുപോലെ നല്ല മണമുണ്ട്. ബലൂൺ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ ഒത്തിരി ചെടി നിൽക്കുന്തോറും പുതിയത് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. പിന്നെ കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാകാറുണ്ട്. ഇതിൽ ഒത്തിരി വിത്തുണ്ടാകാറുണ്ട് നമുക്ക്. അതുകൊണ്ട് അതിലൂടെ തൈ ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നതാണ്. ഈ വെറൈറ്റി സരിഡാങ് എന്ന് പറയുന്നതാണ്. ഇത് ഉഡ്മോശ്രീ, മോർണിംഗ് സൺ, എക്കപ്പോൾ പാൻഡ. ഒത്തിരി വലിയ ഫ്ലവറാണ്. ഒരു 6-7 പൂ വരെ ഇതിലുണ്ടാകാറുണ്ട്. ഇത്രയും വലിപ്പമുള്ള 6-7 പൂ വരെ ഉണ്ടാകാറുണ്ട്. ഇത് ബുരാന ഗ്രീൻ സ്റ്റാർ ആണ്. ഫിലിനോപ്സിസിന്റെ വൈറ്റ് ആണിത്. ഒത്തിരി വലിയ ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ്. ഒത്തിരി പൂക്കളും ഉണ്ടാകാറുണ്ട്. ഒരു 15ഓളം പൂക്കളൊക്കെ ഒരു സ്റ്റാമ്പിൽ നിന്ന് ഇതിൽ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ ഫിലിനോപ്സിസിന്റെ കുഞ്ഞു ഫ്ലവറാണിത്. ഇത് നല്ല പുള്ളിയും ഒക്കെയുള്ള വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ മിനിയേച്ചർ ടൈപ്പ് ആണ്. ഡെൻഡ്രോബിയത്തിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ്. ഇതിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഈ ചെടി ആണെങ്കിൽ ഒത്തിരി പൊങ്ങിപ്പോകാറൊന്നുമില്ല. ചട്ടിയിൽ ഇങ്ങനെ കുറ്റിയായിട്ട് നിന്ന് നിറച്ച് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. അതിൻ്റെ പല കളറുകളാണ്. ഇത് അതിൻ്റെ ഒരു കളറ്. ഇത് വേറൊരു കളറ്.
കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ് ആ ഡെൻഡ്രോബിയം. കുഞ്ഞു കുഞ്ഞു പൂക്കളാണെങ്കിലും ചെടി ഒത്തിരി ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് ഒത്തിരി പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഫിലിനോപ്സിസ് ചട്ടിയിൽ മാത്രമല്ല, നമുക്ക് തടികളിലും കെട്ടിയിട്ട് വളർത്താൻ പറ്റിയ ഒരു ഇതാണ്. തെങ്ങിൻ്റെ തടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നട്ട് വളർത്തിയാൽ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നൊരു പ്ലാന്റാണ് ഫിലിനോപ്സിസ്. കാണാനും നല്ല ഭംഗിയായിരിക്കും. പല ഷേപ്പുള്ള തടികളിലൊക്കെ ഇത് വളർത്തിയാൽ. ഒരു വർഷത്തിൽ കൂടുതലായി പൂത്തു തുടങ്ങിയ ഒരു ഫിലിനോപ്സിസ് ആണിത്. ഇതുവരെയും ഇതിൻ്റെ പൂ തീർന്നിട്ടില്ല, ഇപ്പോഴും അത് പൂത്തോണ്ടിരിക്കുകയാണ്. ഇതാണ് യൂഫോർബിയ. യൂഫോർബിയയുടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്, 150ഓളം വെറൈറ്റീസ് ഉണ്ട്. കാണാൻ ഭംഗിയുള്ളതും പല നിറത്തിലും വലിപ്പത്തിലും ഉള്ള ഒരു ഫ്ലവറാണ് ഇത്. നല്ല ഡാർക്ക് റെഡ്, ഇതതിൻ്റെ വേറെ റെഡ്, യെല്ലോ, വൈറ്റും മെജന്തയും കൂടെ കലർന്നത്. ഇത് നല്ല വലിപ്പമുള്ള പിങ്ക് കളർ, റോസ് കളറിൽ പുള്ളിയുള്ളത്, ചെറിയ ഫ്ലവറുള്ള യൂഫോർബിയ. അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് യൂഫോർബിയ ഉണ്ട്. വാണിജ്യപരമായിട്ട് ഒരു ഇത് ചെയ്യാൻ തുടങ്ങിയില്ലേ? അത് എത്ര കാലമായിട്ടുണ്ടാവും? 5 വർഷമായി ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇത് വിറ്റ് പോകുന്നുണ്ട്. എങ്ങനെ പൂക്കൾ മാത്രമായിട്ടാണ്? ചെടികൾ പൂക്കളോട് കൂടിയുള്ള നല്ല ചട്ടിയോടുകൂടി തന്നെ കൊടുക്കും പോകുന്നുണ്ട്. അപ്പൊ ഒരു മാസം ഉദ്ദേശം എത്ര വരുമാനം ഈ ഒരു ഓർക്കിഡിന്റെ സെയിലിൽ നിന്ന് കിട്ടുന്നുണ്ട്? ഒരു കൃത്യം പറയണ്ട, ഒരു ഏകദേശം. കാര്യം നമുക്ക് ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ലാഭം മാത്രമാണ് പറയേണ്ടത്. ടോട്ടൽ പറയണം, പിന്നെ ലാഭം പറയണം. ടോട്ടലായിട്ടാണെങ്കിൽ ഒരു 50,000 മുമ്പോട്ട് സെയിലുണ്ട്. അപ്പൊ ഇതിന്റെ ഒരുപാട് ചിലവാകുമല്ലോ? ചിലവാകും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പോയിട്ടൊരു 10,000 രൂപയൊക്കെ മാസം ലാഭം കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത് വീട്ടമ്മയാണല്ലേ ഇപ്പം ശീല? അതെ. അപ്പം ഒരുപാട് വീട്ടുജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സമയം കണ്ടെത്തി ചെയ്യും. അപ്പം നല്ല രീതിയിലുള്ള ഒരു വരുമാനം ഈ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് ചെയ്യാൻ ഭയങ്കര സന്തോഷമുണ്ടാണ് അല്ലേ? വീട്ടമ്മമാർക്കും മറ്റു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഒരുപോലെ ചെയ്യാവുന്ന ഒരു കൃഷിയാണ് പൂക്കൃഷി എന്ന് തെളിയിച്ചിരിക്കുകയാണ് വീട്ടമ്മയായ ഷീല ജോയിയും അധ്യാപികയായ സോഫിയ ജസ്റ്റിനും. ഇതിനു വേണ്ടുന്നത് ക്ഷമയോടുകൂടിയ ഒരു മനസ്സ് മാത്രം. സ്വന്തമായി വിപണി കണ്ടെത്തുവാനും അത് ഉപയോഗപ്പെടുത്തുവാനും കഴിയുന്നവർക്ക് വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള വരുമാനം പൂക്കൃഷിയിലൂടെ നേടാൻ സാധിക്കും.